അങ്ങനെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി നടപ്പാക്കുന്നവരല്ല. അവർക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടെന്നേ പറയാനൊക്കെയുള്ളൂ. ഈ വാദിഭാഗം അല്പം മോശമാണെന്ന് വിചാരിച്ച് അവർ ഇതെല്ലാം അനുഭവിക്കണമെന്നില്ല. ചില രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ചില പോസ്റ്റിങ്ങൾ ഇവർക്ക് കിട്ടിയത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ 100 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പോലീസ് എല്ലാം ഒരുപോലെ കാണാൻ പഠിക്കണം കേരള പോലീസ്. ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യം ഇൻസ്റ്റൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഷനിൽ എത്തുന്നവരെ കൈക്കരുത്തുകൊണ്ട് നേരിടുന്നത് കൊളോണിയൽ ഭരണത്തിന്റെ സ്വഭാവമാണ് എന്നും അത്തരം നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുമാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ കസ്റ്റഡി മരണവും മർദ്ദനവും പോലീസിനെതിരായ പരാതികളും തുടർക്കഥയായതോടെ ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് 4 സർക്കുലറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ? ഒരു ഫലവും ഉണ്ടായില്ല. ജോർജ് സാറിന് ഓർമ്മ കാണും, 2016 കൊല്ലത്ത് വാഹന പരിശോധനയ്ക്കിടെ വയർലെസ് സെറ്റ് കൊണ്ട് യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് DGP ബെഹ്റയ്ക്ക് പരസ്യമായി ക്ഷമ ചോദിക്കേണ്ടി വന്ന കാര്യം. ഇതേ തുടർന്ന് ട്രാഫിക് പരിശോധനാ വേളയിലും ക്രമസമാധാന പാലന വേളയിലും പ്രകോപനമുണ്ടായാൽ പോലും പരമാവധി സംയമനം പാലിക്കണമെന്നും ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെയുള്ളവർക്ക് അയച്ച സർക്കുലറിൽ അന്ന് ബെഹ്റ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോഴും വാഹന പരിശോധനയ്ക്കിടെ യുവാക്കളോട് മോശമായി പെരുമാറുകയും ഹെൽമറ്റ് അടക്കം എടുത്തെറിയുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ തിരുത്തില്ലേ? ഇത് ബെഹ്റയുടെ കാലഘട്ടത്തിൽ 1-2 സർക്കുലർ ഉണ്ടായിരുന്നു. പോലീസുകാർ എങ്ങനെയാണ് പൊതുജനങ്ങളോട് പ്രവർത്തിക്കേണ്ടതെന്ന് കൃത്യമായ സർക്കുലർ 2-3 സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. കാരണം അന്ന് ആരോപണം കൂടുതൽ വന്നുകൊണ്ടിരുന്നത് വാഹന പരിശോധനയ്ക്കിടയിൽ കൈക്കൂലി വാങ്ങുകയും ചില വളവുകളൊക്കെ ഒളിച്ചും പാത്തിരുന്ന് ആൾക്കാരെ ട്രാപ്പ് ചെയ്യുകയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവരെ റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുതന്നെയല്ല, ഹെൽമറ്റ് വെക്കാതെ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുക, ഹെൽമറ്റ് വെച്ച് ഓവർ സ്പീഡിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഹെൽമറ്റ് എടുത്ത് വെച്ചിട്ട് എറിയുക, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി നടപ്പാക്കുന്നവരല്ല. അവർക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ടെന്നേ പറയാനൊക്കെയുള്ളൂ. അങ്ങനെയൊന്നും പോലീസ് പെരുമാറാണ്ട് പൊതുജനങ്ങളും തീർച്ചയായിട്ടും ക്രിമിനൽസൊക്കെ വയലൻ്റായിട്ട് പെരുമാറും ചിലർ. ആ പെരുമാറ്റത്തിൽ അവരെ ഓവർ പവർ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അവരെ ബലം പ്രയോഗിച്ച് കീഴടക്കുക, അല്ലാതെ അവരോട് കൂടെ നിൽക്കുന്നവരെയൊക്കെ അടിക്കുകയും ചില വീടുകളിൽ കയറി, അങ്ങനെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ആലപ്പുഴയിൽ റോഡിൽ നിന്ന് വഴക്കുണ്ടായ സമയത്ത് അവസാനം അവരുടെ വീടിനകത്ത് കയറി പോലീസ് അടിച്ചു. അതൊന്നും നല്ലൊരു പ്രാക്ടീസ് അല്ല. അതുകൊണ്ടാണ് ബെഹ്റ ആ ഒരു കാലഘട്ടത്തിൽ 2-3-4 സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ പാലിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ അങ്ങനെയുള്ള സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ആ സർക്കുലറിൻ്റെ വയലേഷൻ തന്നെയാണ്. അങ്ങനെ അവർക്കെതിരായിട്ട് നടപടിയെടുക്കാം. പോലീസ് സ്റ്റേഷനിൽ വരുന്നവരോട് മാന്യമായിട്ട് പെരുമാറാൻ ആദ്യമായിട്ട് പഠിക്കണം. കാരണം അങ്ങനെ ഒരു പെരുമാറ്റം കേരള പോലീസ് പല പോലീസ് സ്റ്റേഷനും തിക്ത അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ റിക്രൂട്ടർ ചെയ്തെങ്കിലും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ്. കാരണം പെരുമാറ്റം, സംസാര രീതി അത് വളരെ മോശം. അവർ നമ്മളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചല്ല ഞാനത് പറയുന്നത്. നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല ചില അവരുടെ പെരുമാറ്റവും സംസാരവും ചില മറുപടി പറച്ചിലും. ഒരു പരാതിയായിട്ട് ചെല്ലുന്നു കഴിഞ്ഞാൽ ഏത് കള്ളപ്പരാതി ആയാലും ആരായാലും ശരി, പരാതിയായിട്ട് വരുന്നവരോട് ഒരു സഹാനുഭൂതിയോട് വേണം സംസാരിക്കാൻ. അവരോട് മ്ലേച്ഛമായ പദം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നേരിട്ട് അവരെ അറിയാതിരിക്കാം, അവർ സ്വല്പം മോശമായിട്ട് നടന്ന സ്ത്രീയായിരിക്കാം, ചിലപ്പം പുരുഷനായിരിക്കാം. പക്ഷെ അവർക്ക് ജെന്യുവനായിട്ടൊരു പരാതി ഉണ്ടെങ്കിൽ അതും നമ്മൾ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. സത്യസന്ധമായിട്ട് അതും അന്വേഷിക്കേണ്ടി വരും. അവർക്ക് എതിരായിട്ട് നീങ്ങിയ ആരാണ് അവർ കുറ്റക്കാരാണെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടുക്കരുത്. ഈ വാദിഭാഗം അല്പം മോശമാണെന്ന് വിചാരിച്ച് അവർ ഇതെല്ലാം അനുഭവിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ വാദിഭാഗത്ത് അവരുടെ ക്യാരക്ടർ മോശമായിരിക്കും, പോലീസ് അന്വേഷിക്കും. പക്ഷേ അവർ പോലീസ് സ്റ്റേഷൻ വന്ന് പരാതി വന്നാൽ അവർക്ക് നീതിയിൽ നടപ്പാക്കാനുള്ള ഒരു മനസ്സ് പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകണം. 3-ാം മുറ ഉൾപ്പെടെ നടത്തുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാർക്ക് കത്തയച്ചുവെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സ്റ്റേഷൻ ഡ്യൂട്ടി അടക്കമുള്ളവയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം ആവശ്യപ്പെട്ടുവെങ്കിലും അതും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഇതെല്ലാം അട്ടിമറിക്കുന്നത്? അത് പോലീസിലെ ഈ സ്വാധീനപ്പെടുത്തുന്നവർ റാക്കറ്റ് തന്നെയുണ്ട്. അത് രാഷ്ട്രീയക്കാർ തന്നെയായിരിക്കും ഭൂരിപക്ഷവും. കാരണം ആ ചില രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ചില പോസ്റ്റിങ്ങൾ ഇവർക്ക് കിട്ടിയത്.
അപ്പോൾ അവർക്കൊരു വിധേയത്വം ആ രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടി വന്നാലും അവരോടുണ്ടാവും. അന്നേരം ചില വഴിവിട്ട് ചില സംസാരങ്ങൾ കാരണം അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട് സംസാരിക്കുകയും വഴിവിട്ട് അവരെ മ്ലേച്ഛമായി അവരെ ഉപദ്രവിക്കുകയും ബൂട്ടിട്ട് ചവിട്ടുകയൊക്കെ ചെയ്യും. ചിലർക്ക് അങ്ങനെ പൊതുവായി ജാതി മത ചിന്ത കേരളത്തിലുള്ള ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ജാതി മത ചിന്തകൾ രാഷ്ട്രീയ ചിന്തകളൊന്നും അധികം ഇല്ലാത്തവരാണ് മലയാളികൾ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഒരു സോഷ്യലിസ്റ്റിക് വ്യൂവിൽ നോക്കിയാൽ സാമൂഹികമായ നവോത്ഥാനം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ചതയ ദിനമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയും അതുപോലെയുള്ള ധാരാളം ആൾക്കാർ കേരളത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവരും ഒരേപോലെ ഇപ്പോഴത്തെ തലമുറ പ്രത്യേകിച്ചു എല്ലാവരും ഒരേ രീതിയിൽ മനുഷ്യരാണ്, സഹോദരങ്ങളാണെന്നൊരു കാഴ്ചപ്പാടില്ല. അവിടെ രാഷ്ട്രീയ ചിന്ത അധികം വരില്ല, മതചിന്തയും വരുന്നില്ല, ജാതി ചിന്തയും വരുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത. അതേസമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ 100 അയലത്ത് പോലും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം അതിനൊക്കെ നൂറ്റാണ്ടുകളെടുക്കും നമ്മുടെ രീതിയിലുള്ള ആ സാംസ്കാരികമായ നിലവാരം ആ ഉയർന്ന രീതിയിൽ വന്നു ചേരാൻ അവർക്കൊക്കെ വർഷങ്ങളോളം നൂറ്റാണ്ടുകൾ എടുക്കുമെന്നാണ്. കാരണം കേരളത്തിലെ നമ്മുടെ പല വ്യക്തികളുടെയും പ്രവർത്തനം മൂലം നമ്മുടെ വിദ്യാഭ്യാസം മൂലമാണ് കേരളത്തിലുള്ളവർ വളരെ നോർമലായിട്ട് ചിന്തിക്കുകയും ജാതി മത രാഷ്ട്രീയ ചിന്തയില്ലാതെ പെരുമാറാൻ കഴിവുള്ളവരും. അതുകൊണ്ട് കേരളീയരുടെ ഈ പ്രത്യേകത കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ 10-15% പോട്ടെ നമ്മുടെ സർവീസിൽ നിന്ന്, എങ്കിൽ മാത്രമേ നമുക്കിതിന് ഇതുപോലെയുള്ള പോലീസിൻ്റെ അക്രമത്തിൽ നിന്ന് ഒരു സാംസ്കാരിക കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ലഭിക്കുകയുള്ളൂ. നാടറിയുന്ന പൊതുപ്രവർത്തകർക്ക് വരെ ഇവിടെ പോലീസിൻ്റെ അടി കിട്ടുകയാണ്. അങ്ങനെയെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ഇവരിൽ നിന്ന് ലഭിക്കുക? മദ്യപിച്ച് ബഹളം വെച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളനുസരിച്ച് കള്ളക്കേസെടുക്കുന്നു, കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നു. ഈ ഒരു പോലീസുകാരിൽ നിന്ന് സാധാരണക്കാരിൽ നിന്ന് എന്ത് ന്യായം കിട്ടും? എങ്ങനെയാണ് സാധാരണക്കാരൻ ഈ പോലീസിനെ വിശ്വസിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക? ഇപ്പം കേരള പോലീസിനെ കാര്യം നമ്മൾ പുരോഗമന പോലീസാണെന്നൊക്കെ പറയും, ജനമൈത്രി പോലീസാണെന്നൊക്കെ പറയുമെങ്കിലും പോലീസിനെ പൊതുവെ ഭയമാണ്. കാരണം അവർ ഇൻഡിവിജ്വലായിട്ട് ആണെന്ന് നമുക്കറിയാം. പക്ഷേ അവർ പോലീസിൻ്റെ അകത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ പൊതു സ്വഭാവം അതൊരു നമുക്ക് ചില ആൾക്കാരെ നമുക്കറിയാം, ചില മൃഗങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു കുഴപ്പമില്ല ട്രെയിൻഡായിട്ട് തോന്നും, അല്ലാതെ കൂട്ടം കൂടുമ്പം ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പോലീസിൽ ഒറ്റയ്ക്കുള്ളവരൊക്കെ നല്ലതായിരിക്കും, പക്ഷേ അവർ കൂട്ടം കൂടി കഴിയുമ്പം അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. പൊതുപ്രവർത്തകർ തീർച്ചയായിട്ടും പോലീസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, DGP ഉൾപ്പെടെയുള്ളവർ പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ വരട്ടെ, അതിന് ഇഷ്ടക്കേട് കാണിക്കാൻ പാടില്ല. അവർ വന്ന് റെപ്രസെൻ്റ് ചെയ്യട്ടെ. അത് കള്ളന് വേണ്ടിയും വരട്ടും, അതേ സമയത്ത് കൊലപാതകയ്ക്കും വേണ്ടിയും വരും. കാരണം അവരുടെ ചിലപ്പം പേരൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവരെല്ലാം വരട്ടെ, പോലീസെല്ലാം ഒരുപോലെ കാണാൻ പഠിക്കണം കേരള പോലീസ്. കാരണം ഏത് തരത്തിലുള്ള ആൾക്കാരും വരട്ടെ, അവരുടെ പരാതി പറയട്ടെ, കേൾക്കട്ടെ. നമ്മൾ അവരുടെ ക്യാരക്ടർ വെച്ച് വിദ്വേഷത്തോടെ അവർ പെരുമാറാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പോലീസാണ് കേരളത്തിൽ അനിവാര്യമാകേണ്ടത്. അതിന് ഉള്ള ഒരു പ്രാരംഭമായിട്ട് നോക്കട്ടെ. ഇപ്പോഴത്തെ സുജിത്തിനെതിരായിട്ട് 4 പേരെ സസ്പെൻഡ് ചെയ്യണം, അവരെ റിമൂവ് ചെയ്യണമെന്ന് പൊതുജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറഞ്ഞു കഴിഞ്ഞു, രാഷ്ട്രീയ ഭേദമന്യേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരെ തീർച്ചയായിട്ടും പിരിച്ചുവിടണം. അതുപോലെ അതേ രീതിയിൽ CCTV ദൃശ്യത്തിൽ വീണ്ടും അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കൂടുതലൊരു എവിഡൻസ് അതിൻ്റെ അകത്ത് ആവശ്യമില്ല, ഡയറക്റ്റ് എവിഡൻസാണ്. അതിനകത്ത് സാക്ഷി മറ്റ് നടപടി ആവശ്യമില്ല. അത് വെച്ചിട്ട് തന്നെ അവരെ റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു പരിശീലനം പോലീസിനില്ല, അങ്ങനെയുള്ള നടപടിയല്ല പോലീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പോലീസിൻ്റെ ചുമതല എന്താണെന്ന് നിർവചിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക്. അത് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാതിരിക്കുക, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കേസെടുക്കുക, അതുപോലെ ഈ ജാതി മത ചിന്തയില്ലാതെ പ്രവർത്തിക്കാനുള്ള കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരായി മാറണം ഇവിടെ. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനമൊക്കെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിഷ്കരണം പോലീസിൽ നിന്നെടുത്ത് കളയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സർ, ഇപ്പോഴത്തെ സംഭവങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ ഇടിയൻ പോലീസുകാർക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കാരണം പലരും ഈ CCTV ദൃശ്യങ്ങൾ ചോദിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതെ, മനുഷ്യാവകാശ കമ്മീഷനും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ സുപ്രീം കോടതിയുടെ കൃത്യം ഡയറക്ഷൻസും ഉണ്ട്. കാരണം CCTV ദൃശ്യങ്ങൾ 2020 സുപ്രീം കോടതി കർശനമായിട്ട് വടിയെടുത്തത്. ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യം ഇൻസ്റ്റൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്
എൻട്രൻസിലും പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കലും അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ മുതൽ അത് തിരിച്ചിറങ്ങിപ്പോകുന്ന വഴിയിൽ പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ ആൾക്കാരെ വിചാരണ ചെയ്യുന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SHOയുടെ മുൻവശത്ത് അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നവരെ, അതുപോലെ അതിൻ്റെ ഫ്രണ്ട് ഓഫീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന സ്ഥലങ്ങൾ, സെല്ല് എന്ന് വേണ്ട അതിൻ്റെ മുക്കിലും കോണിലും CCTV ദൃശ്യം എത്തുന്ന രീതിയിൽ വെക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. 2020 പറഞ്ഞതാണ്. അതിനുശേഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പല സംസ്ഥാനങ്ങളും ചെയ്യാതെ വന്നു. ഇപ്പം വീണ്ടും സുപ്രീം കോടതി വടിയെടുത്തിട്ടുണ്ട്. കൃത്യമായ നടപടി വേണം. കേരളത്തിലെ 47 കോടിയോ 42 കോടിയോ രൂപ ചിലവാക്കിയിട്ട് 471 പോലീസ് സ്റ്റേഷനിൽ ഇത് ഇൻസ്റ്റൽ ചെയ്തു എന്നാണ്. 516 പോലീസ് സ്റ്റേഷൻ വരെ ഇപ്പോൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 471 അന്ന് ഇൻസ്റ്റൽ ചെയ്യാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ദുരുദ്ദേശത്തോടെ അല്ലല്ലോ സർക്കാർ. ഏത് സർക്കാരായാലും സതുദ്ദേശത്തോടുകൂടിയല്ലേ അവർ ഇത് ഇൻസ്റ്റൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പരിധിയിൽ വരണം. അങ്ങനെ പരിധിയിലുള്ളവരെ ഏത് പൊതുജനങ്ങൾ വന്നാലും CCTV ദൃശ്യത്തിൻ്റെ പരിധിയിൽ അവരെ ഇരുത്താനും ചോദ്യം ചെയ്യാനും തയ്യാറാകണം പോലീസ്. വരുന്നവർക്കും അത് ചോദിക്കാം. അയാളെ മറ്റൊരു ഭാഗത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ദുരുദ്ദേശം തന്നെയാണ്. കാരണം സുജിത്തിനെ ഇപ്പം നമ്മൾ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ്റെ 2ാം നിലയിൽ തട്ടുംപുറത്ത് അവിടെ CCTV ഇല്ല, അവിടെ കൊണ്ടുപോയി മറിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോലീസിൻ്റെ ഇൻസ്ട്രക്ഷൻ വയലേഷനാണ്. അത് അങ്ങനെ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ SHO ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണ്. അവർക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ ഇവരോട് കർശനമായ നിലപാട് സ്വീകരിക്കണം. കാരണം അതിനകത്ത് കൺസെഷൻ ഒന്നും കാണാൻ പാടില്ല. പോലീസിന് ഒരു കൃത്യമായ ഡയറക്ഷനുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ അവരെ പിടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ ആ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടി അവർ ശിക്ഷ ചെറുതാക്കി കൊടുക്കുകയോ സ്വാധീനം ഉപയോഗിച്ചിട്ട് അയാളെ പിരിച്ചുവിടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേലുദ്യോഗസ്ഥനെതിരായിട്ട് ഇതുപോലെ കർശന നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.